I have been here since yesterday, and these 3 days I kept only so that I could meet all of you in every Vidhan Sabha, and I could thank you from my heart for everything you did for my election. ഞാൻ ഇന്നലെ മുതൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ട്. ഈ വരവിന്റെ ഉദ്ദേശം 7 നിയോജക മണ്ഡലങ്ങളിലും പെട്ട ഏറ്റവും താഴെ തട്ടിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചവരെ നേരിൽ കണ്ട് അവരോട് ഈ വിജയത്തിൽ എന്റെ നന്ദി രേഖപ്പെടുത്തുക എന്നതും മാത്രമാണ്. So I came specially just to say thank you to all of you, because as you know, for many years I managed the election of Sonia ji and Rahul ji in Uttar Pradesh, in Raebareli and Amethi. ഞാൻ വന്നിരിക്കുന്ന പറഞ്ഞ ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഞാൻ കഴിഞ്ഞ ഏകദേശം 35 വർഷമായി റായ്ബറേലിയിലും അമേഠിയിലും രാഹുൽജിയുടെയും സോണിയാഗാന്ധിയുടെയും തിരഞ്ഞെടുപ്പുകൾ ഏകോപിപ്പിക്കുന്ന ചുമതലയുണ്ടായിരുന്നു. And when I first went to Amethi to fight the election for my mother, I would like to tell you that there was no organization on the ground. For many years, my father had passed away some years ago. For many years, the Congress organization on the ground in Amethi had become very weak and scattered. ഞാൻ ആദ്യമായി അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമേഠിയിൽ തിരഞ്ഞെടുപ്പ് മത്സരത്തിന് സമയത്ത് പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അമേഠിയിൽ യാതൊരു വിധത്തിലുള്ള സംഘടനാ സംവിധാനവും ഉണ്ടായിരുന്നു. എന്റെ പിതാവ് രാജീവ് ഗാന്ധി മരണപ്പെട്ടതിന് ശേഷം കുറെ നാൾ ആ മണ്ഡലത്തിൽ സംഘടന വളരെ ദുർബലമായി ഉണ്ടായിരുന്ന പ്രവർത്തകർ മുഴുവൻ ചിതറിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. So in 1999, when my mother fought her first election and sent me there, I used to campaign in the daytime, and in the evening till 3-4 in the morning, I used to have meetings with the workers who were left in our blocks. And slowly at night we used to sit down, make the block committee, choose the block president, and like that we used to manage the campaign. അതുകൊണ്ട് 1999 സോണിയാഗാന്ധി ആദ്യമായി അമേഠിയിൽ മത്സരിക്കുമ്പോൾ എന്നെ അവിടെ പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു. അവിടെ എനിക്ക് പകൽ സമയം പ്രചരണവും രാത്രി സമയം പുലർച്ചെ ഏകദേശം 3-4 മണി വരെ ബ്ലോക്ക് പ്രസിഡന്റുമാരെല്ലാമായി ഇരുന്നുകൊണ്ട് അവിടുത്തെ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്യേണ്ട പ്രവർത്തനമായിരുന്നു എനിക്ക് ചെയ്യേണ്ടത്. അവിടുത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള ബാക്കി അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ ഏകോപിപ്പിച്ചു വേണ്ടിയിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. So that is when I started to learn how important all of you are, the people who are working on the ground, in the blocks, in the panchayats, in the villages for an election. അവിടെ നിന്നാണ് സംഘടനയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള നമ്മുടെ സംഘടനയുടെ ബലത്തിന്റെ ആവശ്യകത എനിക്ക് ബോധ്യപ്പെട്ടത്. നമ്മുടെ ബ്ലോക്കില് അതുപോലെ തന്നെ മണ്ഡലങ്ങളിൽ നമ്മുടെ ബൂത്തുകളിൽ ഏറ്റവും താഴെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നവരുടെ ഏറ്റവും പ്രാധാന്യം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. And when I came here to fight my own election 35 years later, or maybe 25 years later, my brother told me, Rahul ji told me, you only campaign. Leave the whole election to the organization in Wayanad. അതുകൊണ്ട് ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഏകദേശം 35-25 വർഷത്തിന് ശേഷമാണ് ഞാനിവിടെ വന്നപ്പോൾ എന്നോട് രാഹുൽ ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ പ്രചരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുഴുവൻ ഇവിടുത്തെ സംഘടനാ സംവിധാനത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് എന്നോട് പറഞ്ഞത്. So I was very worried. I thought, how is it possible? I must find out. He said, no. You listen to your brother. You leave it to the organization and to the leaders in Wayanad, and they will fight the election for you. You only campaign in this election. എനിക്ക് ആദ്യം ആശങ്കയുണ്ടായിരുന്നു, അതെങ്ങനെയാണ് ഞാനൊന്നിലും ഉൾപ്പെടാതെ അല്ലെങ്കിൽ എന്റെ മേൽനോട്ടമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ എന്റെ സഹോദരൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പ്രചരണത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ബാക്കി തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വയനാടിന്റെ നേതൃത്വത്തിലും സംഘടനാ സംവിധാനത്തിലും വിട്ടുകൊടുത്താൽ മാത്രം മതി എന്നാണ്. So I listened to him, and I noticed wherever I went that you were working as one team. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലെ തന്നെ ഞാനത് ശ്രദ്ധിച്ചു, ഞാനത് കേട്ടു. ഞാൻ പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എവിടെ ചെല്ലുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഒരു മനസ്സോടുകൂടി ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. That while I was going campaigning, you were going house to house, family to family, talking, distributing pamphlets, spreading the word and fighting for our party and our
alliance.